ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? എന്തുണ്ട് വിശേഷം? ഇത് നമ്മൾ ഹൈദരാബാദിലുള്ള ചാർമിനാറാണ് കേട്ടോ. ഇത് ഞാൻ പുറത്ത് നിന്ന് ബസാറിൽ നിന്നെടുത്ത ബസാറിൽ നിന്ന് അതിൻ്റെ അകത്തോട്ട് എൻട്രി ചെയ്യുന്ന മുമ്പിട്ട് എടുത്ത വീഡിയോ കേട്ടോ. ഇതതിൻ്റെ പുറത്ത് ആ ഒരു കോട്ടയാണ്. ഇത് അതിനകത്തുള്ള ആ ഒരു ചാർമിനാറിനകത്തുള്ള കയറുമ്പോഴത്തേക്കിട്ടുള്ളതാണ്. ഇത് ഏതാണ്ട് 4 പില്ലറുണ്ട്. അപ്പോൾ ഇതൊരു നമുക്ക് കാണുമ്പോൾ ഒരു ഇസ്ലാമിക് ഒരു മോസ്ക് പോലെ തോന്നും. അപ്പോഴേ ഇതെന്ന് വെച്ചാൽ 2 ഇടുങ്ങിയ ചുമരുകൾക്കുള്ളിൽ കുത്തനേ ഉള്ള സ്റ്റെപ്പാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഒരുപാട് സ്റ്റെപ്പുണ്ട്. നമ്മൾ ഈ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ നമുക്ക് ഈ ഹൈദരാബാദ് സിറ്റിയിലുള്ള ഓൾമോസ്റ്റ് പുറമേ നിന്ന് നോക്കുമ്പോൾ മൊത്തം കാണാൻ പറ്റും. അപ്പോൾ ഇത് ഞാനിപ്പോൾ കാണിക്കുന്നത് അതിനകത്ത് നിന്ന് താഴോട്ടെടുത്ത വ്യൂ ആട്ടോ. ഇത് ഞാൻ അതിനകത്ത് എടുത്ത് താഴോട്ടെടുത്ത വ്യൂ. ഇതിന് 4 സൈഡുണ്ട്. അപ്പോൾ 4 സൈഡിൽ നിന്ന് നമുക്ക് ഇങ്ങനെ പുറത്തോട്ടുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റും. നല്ല തിരക്കായിരിക്കും. അപ്പോൾ 4 സൈഡിൽ നിന്ന് നമുക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല രസമായിരിക്കും. നല്ല ഒരുപാട് മൊത്തത്തിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഇതെൻ്റെ ഫ്രണ്ട് സൈഡാണ് കേട്ടോ. ഫ്രണ്ട് സൈഡിൽ നിന്ന് എടുത്തതാണ്. നമ്മൾ വരുന്ന വഴിക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി അപ്പുറത്തെ സൈഡും ഒക്കെ ഉണ്ട്. അങ്ങനെ 4 സൈഡിൽ നിന്ന് നമുക്ക് 4 സൈഡിലെയും ആ ഒരു ക്രൗഡും ആ ഒരു ബസാറും അവിടുത്തെ തിരക്കും ഒക്കെ കാണാൻ പറ്റും. ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയിട്ട് അന്നേരം അപ്പോഴൊന്നും മഴയില്ലായിരുന്നു. പക്ഷെ ഞങ്ങളവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്നായിരുന്നു, നല്ല മഴയായിരുന്നു. അതുകൊണ്ട് നമ്മൾ പിന്നെ ബസാറിലൊന്നും കയറാൻ നിന്നില്ല. അല്ലായിരുന്നെങ്കിൽ അവിടുത്തെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തന്നെ അവിടെ ഒന്നും കയറാൻ നിന്നില്ല. കാരണം കുഞ്ഞും കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ നല്ല മഴയായതുകൊണ്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ കണ്ടിറങ്ങി. അപ്പോഴേ ഓൾറെഡി കയറിയപ്പോൾ തന്നെ ഞാൻ പേടിച്ചാണ് കയറി. കാരണം അങ്ങോട്ട് മേളിലോട്ട് കയറി പോകും തോറും പേടിയായിരുന്നു കേട്ടോ. ഇങ്ങനെ കുത്തനെയുള്ള സ്റ്റെപ്പും കുഞ്ഞ് സ്റ്റെപ്പായതുകൊണ്ട് വീഴോ എന്നൊക്കെ ഉള്ള പേടിയായിരുന്നു. ഇത് അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് എടുത്തത്. ഇത് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ആ എൻട്രൻസിലോട്ട് നിന്നിട്ട് എടുത്ത വീഡിയോയാണ്.